എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? സംസ്ഥാനത്തെ തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ. ഇതൊരു ചെറിയ തുടക്കം മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ പദ്ധതികൾ വേറെയും ഉണ്ടോ? പിണറായി വിജയൻ ഭരണം ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. പിണറായി വിജയൻ ഭരണം ഒരു മാറ്റമില്ലല്ലോ. സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനാണ് ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നത്? അതിന് വേറെ അവർക്ക് യാതൊരു ചെലവുമില്ല. അവർക്ക് ഇന്ധന ചെലവ് വേണ്ട, അവർക്ക് പാചകവാതകത്തിന്റെ കാശ് ചെലവാക്കണ്ട, അവർക്ക് വേറെ ഒരു പണിയും ചെയ്യാതെ ഒന്നും ചെയ്യണ്ട. പിണറായി വിജയൻ ഭരണം ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് 620 രൂപ ദിവസ വേതനം. വെറുതെ അല്ല ജയിലിൽ കിടക്കണം. ഒരാളെ തല്ലിക്കൊന്നിട്ട് ജയിലിൽ പോകൂ? നിങ്ങൾക്ക് സർക്കാർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ലക്ഷപ്രഭുവാക്കി നിങ്ങളെ ഇറക്കുന്നതാണ്. മരണാസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറുകെ വരച്ചാൽ മതിയായി. ഇവിടെ ആ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട ആശാ വർക്കർമാർക്ക് അവർക്ക് 1 രൂപ കൂട്ടിക്കൊടുക്കാൻ തയ്യാറാവാതിരുന്ന സർക്കാരാണിത്. രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും. മനസ്സിലായോ? അതാണ് പോയിന്റ്. പിണറായി വിജയൻ ഭരണം സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ പൈസലെ? അതുപോലെ തന്നെ ആശാ വർക്കർമാർക്ക് കിട്ടുന്ന പൈസ 400 രൂപയാണ് ഡെയിലി. അപ്പോഴാണ് നമ്മുടെ ജയിലിൽ കിടക്കുന്നവന്മാർക്ക് കിട്ടുന്ന പൈസ. പിണറായി വിജയൻ ഭരണം നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഡൽഹി തീഹാർ ജയിലിൽ സ്കിൽഡ് ലേബേഴ്സിന് കിട്ടുന്ന പ്രൈസ് എമൗണ്ട് 361 രൂപയാണ്. ഇവരെ പൊട്ടിച്ചിട്ട് ഇപ്പം കേരളം ആയിട്ടുണ്ട്. കേരളമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ടോപ്പ് ആയിട്ട് ഏറ്റവും കൂടുതൽ പൈസ പ്രിസണേഴ്സിന് കൊടുക്കുന്നത്. ഇതൊക്കെ എന്ത് മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല അല്ലേ സഹോദരാ? പിണറായി വിജയൻ ഭരണം